ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് അതിനൊരു മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ പോലും ആ മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയരായാൽ ഒരുപാട് ആശ്വാസം കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളതിന് മുതിരാതെ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നമുക്കതിനുള്ള അവകാശം നൽകാതെ നമ്മൾ അവകാശങ്ങളെ നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ആ ഒരു പെയിനിലൂടെ തന്നെ അങ്ങ് കടന്നു പോകാൻ നമ്മൾ പലപ്പോഴും നിർബന്ധിക്കപ്പെടാറുണ്ട്. അതിനുള്ള ഒരു കാരണത്തിൽപ്പെട്ടാണ് ഈ സ്റ്റാറ്റസ് ക്യൂ ബയസ് എന്നൊരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ആ നിലവിലുള്ള ആ ഒരു രീതി അങ്ങ് തുടർന്ന് പോയിക്കോട്ടെ എന്നുള്ള ഒരു ചിന്താഗതി. അതാവുമ്പോൾ നമുക്കധികം ചാലഞ്ചിങ് ഒന്നുമില്ല, ബുദ്ധിമുട്ടുണ്ട, ആ ഒരു പ്രയാസമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു ആ പോക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ ആർക്കാർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഈ അനുഭവിക്കുന്ന ആളൊക്കെ അങ്ങ് അങ്ങ് പോവാം. കാരണം അത് അങ്ങനെ അങ്ങ് ആയല്ലോ. രണ്ടാമത് വിക്ടിം ഡിസ്കംഫർട്ട്. ഇപ്പോൾ വിക്ടിം എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയുകയാണെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അവരുടെ കാര്യങ്ങളൊക്കെ ഇത് മറ്റുള്ളവരെ അങ്ങ് ബോധിപ്പിക്കുകയാണെങ്കിൽ അവർക്കുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അവരതിനെ അങ്ങ് അവരിങ്ങനെ ആ ഒരു ഡിസ്കംഫർട്ട് അവർ കാണിക്കുക. അവരുടെ ബുദ്ധിമുട്ടുകൾ, ഇനി അവർക്ക് എന്തെല്ലാമാണോ ചെയ്യേണ്ടി വരിക, ഇനിയിപ്പോൾ അതിലെന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വരും, ഇനി അതിലിടപെട്ടാൽ എന്തൊക്കെയാണോ വരിക എന്നുള്ള ആ രീതിയിലുള്ള ഒരു ചിന്താഗതികൾ, അതും നമ്മളെ പലപ്പോഴും ഈ മാറ്റങ്ങളിൽ നിന്ന് മാറാനുള്ള അവസരത്തിൽ നിന്ന് തടയപ്പെടുന്നു. മറ്റൊന്നാണ് ഈ കൾച്ചറൽ കണ്ടീഷനിങ്. ഇത് തന്നെ സഹിക്കുക, അല്ലെങ്കിൽ നമ്മൾ നീ ക്ഷമിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, ഇതൊക്കെ പോയി എപ്പോഴും ഉള്ളതല്ലേ, പലർക്കും ഉള്ളതല്ലേ എന്നുള്ള ആ ഒരു കൾച്ചറലായിട്ട് നമ്മളുടെ സമൂഹത്തിൽ ആ ഒരു പാരമ്പര്യമായിട്ട് ഒക്കെയുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ, അതിലേക്ക് നമ്മളെ അങ്ങ് എത്തിക്കുക. അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് അവോയ്ഡൻസ് എന്ന് പറയില്ലേ. കോൺഫ്ലിക്റ്റ് എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒച്ചപ്പാടോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ എന്നോർത്തിട്ട് അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ അങ്ങ് നീക്കി വെക്കുക അല്ലെങ്കിൽ മാറ്റി വെക്കുക. അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ എന്നോർത്തിട്ട് നമ്മളങ്ങ് അതിനെ മാറ്റി വെക്കുക. പിന്നെ ചെയ്യുന്നൊരു കാര്യമാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു പെയിൻ ഉണ്ടാവും. ഈ വിക്ടിം സഹിച്ചുകൊണ്ടിരിക്കുന്നൊരു പെയിൻ ഉണ്ടാവും. ആ പെയിനിനെ അങ്ങ് നോർമലൈസ് ചെയ്യുക. കാരണം കുറേ കാലമായില്ല ഇതിപ്പോൾ ഇതിപ്പോൾ ഇപ്പോഴൊന്നും ഉള്ളതൊന്നുമില്ലല്ലോ, ഇതൊക്കെ ഇപ്പോൾ നീ അങ്ങനെ അത്രയും നാളായില്ല ഇതൊക്കെ അനുഭവിച്ചു തുടങ്ങിയിട്ട്. അത് നിന്നെക്കൊണ്ട് നീ ആയതുകൊണ്ടാണ് ഇതൊക്കെ പറ്റുന്നത്, നിന്നെക്കൊണ്ട് ഇതിനൊക്കെ പറ്റും, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയായിക്കൊള്ളൂ എന്നുള്ള ലെവലിലുള്ള നമ്മളൊരു ഉപദേശിക്കാറുണ്ടല്ലോ. അതിനെ അങ്ങ് നോർമലൈസ് ചെയ്യുക. അതൊക്കെ ഇപ്പോൾ പല സ്ഥലത്തും ഉണ്ട്, അത് എല്ലാവർക്കും ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥ. ശരിക്കും നമ്മൾ ജീവിതത്തിൽ സഹിക്കലും ക്ഷമിക്കലും രണ്ടാണ്. സഹിക്കണം, ചിലതൊക്കെ നമുക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സഹിക്കേണ്ടി വരാറുണ്ട്, ക്ഷമിക്കേണ്ടിയും വരാറുണ്ട്. പക്ഷെ അവകാശങ്ങളെ നമ്മൾ നിഷേധിച്ചു കൊണ്ടുള്ള ഒരു സാധനമുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അർഹിക്കുന്ന ചില അവകാശങ്ങളുണ്ട്. ഒരു പെണ്ണാണെങ്കിലും ഒരാണാണെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു ഭാര്യ എന്ന നിലയിലും ഒരു ഭർത്താവ് എന്ന നിലയിലും മക്കളെന്ന നിലയിലും അല്ലെങ്കിൽ മറ്റേതൊരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിലും അവർക്ക് അർഹിക്കുന്ന ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിഷേധിക്കുന്ന രീതിയിൽ എന്ത് തന്നെ അനുഭവിച്ചാലും എന്ത് തന്നെ നമുക്ക് സഹിക്കേണ്ടി വന്നാലും അത് ശുദ്ധ മണ്ടത്തരമാണ്. അത് നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുകയാണ്. അത് നമ്മൾ സ്വയം വലിച്ച് നമ്മളിലേക്ക് എടുക്കുന്ന ഒരു നാശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സഹനം എന്താണ്, ക്ഷമ എന്താണ്, എവിടെയാണ് നമ്മുടെ അവകാശങ്ങളെ നമുക്ക് മറ്റുള്ളവരാൽ ഹനിക്കപ്പെടുന്നത്, എവിടെയാണ് നമ്മൾ സ്വയം മറന്ന് നമ്മുടെ കാലങ്ങളെ കളയുന്നത് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നതെന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിന് നമുക്കൊരുപാട് ഒരു സന്തോഷം അതിൽ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് എളുപ്പമുണ്ടാവും.
അതുമാതിരി ഒരുപാട് വേദനകളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും. അതുപോലെ ഒരുപാട് സന്തോഷങ്ങളെ ഒരുപക്ഷെ ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. അസ്സലാമു അലൈക്കും.